Hi students, ഇന്ന് നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, അതുപോലെ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പാരാമെട്രിക് ഫോംസിൽ വരുന്ന ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ്. എന്താണ് ഈ പാരാമെട്രിക് ഫോംസ് നോക്കാം. ഇൻ ദിസ് കേസ് എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് another variable. That variable is known as parameter. For example, x എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടി, അതുപോലെ y എന്ന് പറയുന്നതും ഫങ്ഷൻ ഓഫ് ടി. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് another വേരിയബിൾ ടി. അങ്ങനെയുള്ള കേസിൽ dy by dx is defined as dy by dt divided by dx by dt, where dx by dt is not equal to 0. അപ്പോൾ if x and y are functions of theta ആണെങ്കിൽ dy by dx is equal to dy by d theta divided by dx by d theta. അപ്പോൾ ആ കേസിൽ dx by d theta not equal to 0. അപ്പോൾ ഇതാണ് പാരാമെട്രിക് ഫോംസിൽ വരുന്ന ഫങ്ഷൻസ്. എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫൈൻഡ് dy by dx if x is equal to a cos theta, y equal to a sin theta. നമുക്കറിയാം എക്സ് ഫങ്ഷൻസ് ഓഫ് തീറ്റ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ കാണാൻ പറ്റും. അതുപോലെ വൈ ഫങ്ഷൻ ഓഫ് തീറ്റ ആണെങ്കിൽ ഡി വൈ ബൈ ഡി തീറ്റ കാണാം. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് തീറ്റ ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. നിങ്ങൾ എപ്പോഴും ഈ ഓർഡറിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഡി വൈ ബൈ ഡി തീറ്റയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ എഴുതുക. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ. അപ്പോൾ എ കോസ് തീറ്റ വരും. ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇനി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. എ ക്യാൻസൽ ചെയ്യാം, മൈനസ് അവിടെ കാണും, കോസ് ബൈ സൈൻ കോട്ട് വരും. സോ ദ ആൻസർ ഈസ് മൈനസ് കോട്ട് തീറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 2at. ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് ടി ആണ് വരുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഡി വൈ ബൈ ഡി ടി കാണാം. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a കോൺസ്റ്റൻ്റ് ആണ്. ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ 1. സോ 2a ഇൻറ്റു 1 2a. dx by dt വരിക a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് 2t. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2a ഡിവൈഡ് ബൈ 2at, ദാറ്റ് ഈസ് 1 by t. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx if x is equal to a cos t, y is equal to b cos t. a and b are constants. ഇക്വേഷൻ എഴുതുക. dy by dt എന്ന് പറയുന്നത് b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos t മൈനസ് sin t. dx by dt എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos t വിത്ത് റെസ്പെക്ട് ടു t മൈനസ് sin t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സൈൻ ടി ക്യാൻസൽ ചെയ്യും, മൈനസ് സൈന് ക്യാൻസൽ ചെയ്യും, ദാറ്റ് ഈസ് ബി ബൈ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 4t, വൈ ഈസ് ഈക്വൽ ടു 4 by t. ഇക്വേഷൻ എഴുതുക. ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്കും 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 by t, ദാറ്റ് ഈസ് മൈനസ് 1 by t സ്ക്വയർ. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും 4 ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 1 by t സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി, വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡി വൈ ബൈ ഡി ടി കാണാം. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് കോസ് ടി. 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. അപ്പോൾ മൈനസ് എ സൈൻ ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി മൈനസ് സൈൻ ടി വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് ടി. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുക എ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും മൈനസ് സൈൻ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ടി. നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, സൈൻ 2x, 2 sin x cos x. അപ്പോൾ സൈൻ ടി എന്താവും? 2xന് ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ടി ബൈ 2ലേക്ക് പോകും. അപ്പോൾ സൈൻ ടി എന്ന് പറഞ്ഞാൽ 2 sin t ബൈ 2 കോസ് ടി ബൈ 2. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ 1 മൈനസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 sin സ്ക്വയർ എക്സ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ 1 മൈനസ് കോസ് ടി എന്ന് പറഞ്ഞാൽ 2 sin സ്ക്വയർ ടി ബൈ 2. അപ്പോൾ നമുക്കിവിടെ 2 ക്യാൻസൽ ചെയ്യാം, സൈന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മൈനസ് കോസ് ടി ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ടി ബൈ 2 വരും, ദാറ്റ് ഈസ് മൈനസ്
cot t/2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. If x is equal to root of a sin inverse t, y is equal to root a cos inverse t, show that dy by dx is equal to minus y by x. അപ്പോൾ dy by dx എന്ന് പറഞ്ഞാൽ dy by dt ഡിവൈഡ് by dx by dt വരും. dy by dt കാണാം, ഇത് റൂട്ട് എക്സ് ഫോമിലാണ്. റൂട്ട് എക്സ് ഫോമിലാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ് വരിക? 1/2 റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് എക്സ് ആണെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചെയ്തു പോയിക്കൊള്ളുക. അപ്പോൾ 1/2 റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എ റേസ്ഡ് കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ റേസ്ഡ് കോസ് ഇൻവേഴ്സ് ടി. അത് എ റേസ്ഡ് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യാം. എ റേസ്ഡ് എക്സ് ആണെങ്കിൽ എന്തായിരുന്നു വരിക? എ റേസ്ഡ് എക്സ് ഇൻറ്റു ലോഗ് എ. അപ്പോൾ എ റേസ്ഡ് കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? എ റേസ്ഡ് കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് ടി. ഇത് എ റേസ് ടു എക്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് ടി, ദാറ്റ് ഈസ് -1/√1 - t². അതുപോലെ ഡി എക്സ് ബൈ ഡി ടി കാണുക. റൂട്ട് എക്സ് ആണെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/2 റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. അത് എ റേസ് ടു എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി, ദാറ്റ് ഈസ് 1/√1 - t². ഇനി ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം, ലോഗ് എ ക്യാൻസൽ ചെയ്യാം, 1/√1 - t² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരിക -1/√ എ റേസ് കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു എ റേസ് കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ 1/√ എ റേസ് സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റേസ് സൈൻ ഇൻവേഴ്സ് ടി. അപ്പോൾ നമുക്കറിയാം x/√x എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? റൂട്ട് എക്സ്. അതേപോലെ എ റേസ് കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ റേസ് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുക റൂട്ട് ഓഫ് എ റേസ് കോസ് ഇൻവേഴ്സ് ടി. അതുപോലെ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് എ റേസ് സൈൻ ഇൻവേഴ്സ് ടി. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് എ റേസ് കോസ് ഇൻവേഴ്സ് ടി എന്താണ്? നമ്മുടെ y ആണ്. അപ്പോൾ ഇതുപോലെ റൂട്ട് ഓഫ് എ റേസ് സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആണ്. അപ്പോൾ -y/x. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, y = f(x) ആണെങ്കിൽ dy/dx എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിൻ്റെ സിമ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. f'(x) അല്ലെങ്കിൽ y' അല്ലെങ്കിൽ y1 ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. ഇതിന് ഒരു തവണയും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ d/dx ഓഫ് dy/dx അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. d/dx ഓഫ് dy/dx അതിന് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സിമ്പിളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഒന്നുകിൽ d²y/dx², അല്ലെങ്കിൽ f'(x) ഓർ y'' ഓർ y2. ഇതൊക്കെയാണ് അതിൻ്റെ സിമ്പിൾ. ഇതൊക്കെ ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യനിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ y is equal to log x. അപ്പോൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഞാൻ y1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ y1 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് log x ആണ് 1/x. ഒന്നുകൂടെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y1 എന്താവും? y2 വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1/x എന്താണ്? -1/x². ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y is equal to tan inverse x. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്? y1 is equal to 1/1 + x², ഡെറിവേറ്റീവ് ഓഫ് tan inverse x. ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് y2 കിട്ടും. ഇത് 1/x ഫോമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. 1/x ആയിരുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് വരും? -1/x². അപ്പോൾ ഇതെന്താ വരിക? -1/1 + x² the whole square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + x². അതെന്താണ്? 2x. അപ്പോൾ ആൻസർ വരിക -2x ഡിവൈഡഡ് ബൈ 1 + x² the whole square. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് y is equal to 3 × e⁻²x + 2 × e⁻3x, prove that d²y/dx² - 5 × dy/dx + 6y = 0. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് y ഓൾറെഡി തന്നിട്ടുണ്ട്, dy/dxും കാണണം, d²y/dx² കാണണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, = 0 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ y എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ y ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് dy/dx കാണാം. 3 കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് e⁻²x എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് e⁻x ആണെങ്കിൽ e⁻x വരും. അപ്പോൾ e⁻2x ആണെങ്കിൽ e⁻2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x ദാറ്റ് ഈസ് 2 പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻3x ദാറ്റ് ഈസ് e⁻3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x ദാറ്റ് ഈസ് 3. അപ്പോൾ ഇവിടെ 6 e⁻2x പ്ലസ് 6 e⁻3x എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. d/dx ഓഫ് dy/dx ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് d²y/dx². അപ്പോൾ ഇവിടെ 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻2x ദാറ്റ് ഈസ് e⁻2x ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻3x ദാറ്റ് ഈസ് e⁻3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x ദാറ്റ് ഈസ് 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 12 e⁻2x പ്ലസ് 18 e⁻3x. ഇനി ഈ ഇക്വേഷനിൽ എടുക്കുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും d²y/dx² മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 5 ഇൻറ്റു dy/dx പ്ലസ് 6 ഇൻറ്റു y, ഇവിടെ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 12 e⁻2x പ്ലസ് 18 e⁻3x 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 5 ഇൻറ്റു ആണ്. സോ 30 e⁻2x അഗെയിൻ മൈനസ് ഇൻറ്റു പ്ലസ് വരും മൈനസ് 5 ഇൻറ്റു 6 30 e⁻3x പ്ലസ് ഇവിടെ 18 e⁻2x പ്ലസ് 12 e⁻3x. അപ്പോൾ e⁻2x വരുന്ന ടേംസ് ഒന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ 12 e⁻2x ഉണ്ട്, ഇവിടെ പ്ലസ് 18 e⁻2x ഉണ്ട്. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 e⁻2x കിട്ടും. ഇവിടെ മൈനസ് 30 e⁻2x ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ അതുപോലെ 18 e⁻3x ഉണ്ട്, പ്ലസ് 12 e⁻3x ഉണ്ട്, ആഡ് ചെയ്താൽ 30 e⁻3x വരും. ഇവിടെ മൈനസ് 30 അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഷോ ദാറ്റ് 1 - x² ഇൻറ്റു d²y/dx² മൈനസ് x dy/dx ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് dy/dxും d²y/dx² കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ മറ്റൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. dy/dx ആണ് ആദ്യം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ dy/dx ഈസ് 1/√1 - x². നിങ്ങൾക്ക് ഇവിടെ വെച്ച് d²y/dx² കാണാം, പക്ഷെ അതിനേക്കാൾ ഈസി ആയിട്ട് വരാം ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ അല്ലെങ്കിൽ നമ്മൾ കോഷ്യൻ റൂളൊക്കെ യൂസ് ചെയ്യണം, അത് ഒഴിവാക്കാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √1 - x² ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു 1. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് റൂൾ യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂള്. റൈറ്റ് സൈഡിലാണെങ്കിൽ 1 ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1 എന്താവും? 0. അപ്പം ഞാൻ ഇവിടെ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഓർമ്മയുണ്ടല്ലോ. ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു dv/dx പ്ലസ് v ഇൻറ്റു du/dx അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് dy/dx, അതായത് d/dx ഓഫ് dy/dx ദാറ്റ് ഈസ് d²y/dx² പ്ലസ് dy/dx ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √1 - x². അത് √x ആണെന്ന് വിചാരിച്ച് ചെയ്യാം. അപ്പോൾ 1/2√x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 - x² ദാറ്റ് ഈസ് -2x. നേരത്തെ പറഞ്ഞതുപോലെ ഡെറിവേറ്റീവ് ഓഫ് 1 എന്താവും? 0. ഇവിടെ നമുക്ക് 2ഉം 2ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുക √1 - x² ഇൻറ്റു d²y/dx² മൈനസ് dy/dx ഇൻറ്റു x ഡിവൈഡ് ബൈ √1 - x² ഈക്വൽ ടു 0. പക്ഷെ നമുക്കറിയാം 1 - x² ഇൻറ്റു d²y/dx² എന്നുള്ള റിസൾട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഡിവൈഡഡ് ബൈ √1 - x² ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? മുകളിലത്തെ ഇക്വേഷന് √1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് √1 - x² ഇൻറ്റു √1 - x² d²y/dx². അപ്പോൾ അതെന്താവും? 1 - x² ഇൻറ്റു d²y/dx² മൈനസ് ഇവിടെ √1 - x² ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്ക് കിട്ടുക x ഇൻറ്റു dy/dx ഈക്വൽ ടു 0. നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y ഈസ് ഈക്വൽ ടു 3 cos log x പ്ലസ് 4 sin log x ഷോ ദാറ്റ് x² y2 പ്ലസ് xy1 പ്ലസ് y ഈക്വൽ ടു 0.
അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് y1 കാണാം, അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതുപോലെ അതിനുശേഷം y2 കാണാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഈ തന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ dy/dx കാണാണ്, അല്ലെങ്കിൽ y1. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ലോഗ് എക്സ്. ഇത് കോസ് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യുക. സോ മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ദാറ്റ് ഈസ് 1/x പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ലോഗ് എക്സ്, ദാറ്റ് ഈസ് കോസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ദാറ്റ് ഈസ് 1/x. അപ്പോൾ ഇവിടെ നമുക്കിത് ഇവിടെ രണ്ട് കേസിലും ഡിവൈഡഡ് ബൈ എക്സ് കാണാം. അതിനെ ഒഴിവാക്കാൻ ത്രൂ ഔട്ട് ഞാൻ ഈ ഇക്വേഷൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവർ xy1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് സൈൻ ലോഗ് എക്സ് പ്ലസ് 4 കോസ് ലോഗ് എക്സ് എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ x ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1, ദാറ്റ് ഈസ് y2 പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് 1. സോ y1 ഇൻറ്റു 1 y1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ -3 കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരിക കോസ് ലോഗ് എക്സ് ഇൻറ്റു 1/x പ്ലസ് 4 കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് ലോഗ് എക്സ് വരിക മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു 1/x. വീണ്ടും ഈ രണ്ട് ടേമിലും ഡിവൈഡഡ് ബൈ എക്സ് വരുന്നുണ്ട്, ഇല്ലേ, ഹോൾ ഡിവൈഡ് ബൈ എക്സ് എന്ന് കാണാം. അപ്പോൾ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് y2 എന്ന് പറയുമ്പോൾ x² y2 പ്ലസ് xy1 ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി മറ്റൊരു പ്രത്യേകത 3 കോസ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ ഇവിടെ -y വരും. അപ്പോൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ +y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ദ ഹോൾ സ്ക്വയർ, ഷോ ദാറ്റ് ദിസ് റിസൾട്ട് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് y1 y2 ഒക്കെ കാണാം. y1 ഉം y2 ഉം കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇതായിരിക്കും ഈസി. അപ്പോൾ y1 ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് അല്ലേ, dy/dx, അതാണ് നമ്മുടെ y1. അപ്പോൾ ഇതേത് ഫോമിലാണുള്ളത്? x² ഫോമിലാണുള്ളത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ പറയുക? 2x. അപ്പോൾ tan ഇൻവേഴ്സ് x ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 tan ഇൻവേഴ്സ് x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x, ദാറ്റ് ഈസ് 1/1 പ്ലസ് x². ഇവിടെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് x² വരുന്ന അതിനെ ഒഴിവാക്കാൻ ത്രൂ ഔട്ട് 1 പ്ലസ് x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് x² ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു, ഇവിടെ 1 പ്ലസ് x² ക്യാൻസൽ ചെയ്ത് പോകും, 2 tan ഇൻവേഴ്സ് x കിട്ടും. നേരത്തെയൊക്കെ ചെയ്തതുപോലെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ 1 പ്ലസ് x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 y2 plus y1 into derivative of 1 plus x², that is 2x, which is equal to 2 into derivative of tan inverse x, that is 1/1 plus x². ഇവിടെ ഡിവൈഡ് ബൈ 1 പ്ലസ് x² ഉണ്ട്, അതിനെ ഒഴിവാക്കാൻ ത്രൂ ഔട്ട് 1 പ്ലസ് x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 1 പ്ലസ് x² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2x y1 ഇൻറ്റു 1 പ്ലസ് x², which is equal to, ഇവിടെ 1 പ്ലസ് x² ക്യാൻസൽ ചെയ്യുമ്പം 2 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ ഡയറക്റ്റ് നമുക്ക് അവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് y ഈസ് ഈക്വൽ ടു ലോഗ് x പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് 1, പ്രൂവ് ദാറ്റ് ദിസ് ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ ലോഗ് എക്സ് ആണെന്ന് വിചാരിച്ച് ചെയ്യുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/x. അപ്പോൾ y1 ഈസ് ഈക്വൽ ടു 1/x പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് 1. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 പ്ലസ് റൂട്ട് എക്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് 1, ദാറ്റ് ഈസ് 2x. ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴിവിടെ റൂട്ട് ഓഫ് x² പ്ലസ് 1 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x² പ്ലസ് 1 കിട്ടും. ഓർ എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x² പ്ലസ് 1. അപ്പോൾ ഇവിടെ കണ്ടോ, രണ്ടും സെയിം ടേം ആണ്. അപ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/റൂട്ട് ഓഫ് x² പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് y2ലേക്ക് പോകുമ്പോൾ ഇവിടെ വീണ്ടും കോഷ്യൻ റൂളൊക്കെ അപ്ലൈ ചെയ്യണം. അത് ഒഴിവാക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ y1 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. വീണ്ടും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 2x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 ദാറ്റ് ഈസ് y2. ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ് ഇവിടെ 0. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ത്രൂ ഔട്ട് ഇത് ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റോൾസ് തിയറവും മീൻ വാല്യൂ തിയറവുമാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ റോൾസ് തിയറം എന്താണെന്ന് നോക്കാം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടു ആർ. ഈ ഫംഗ്ഷനിന് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി such that f of a is equal to f of b, then there exists c in the open interval a b such that f dash c equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ പോയിന്റ് സി സോ ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം എ ബി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണാം. ഇതൊരു ഗ്രാഫ് ഞാൻ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാഫിൽ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് കാണാം അല്ലേ. ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈന് ഇവിടെ നമ്മുടെ എക്സ് ആക്സിന് പാരലലാണ്. അതുപോലെ ഈ ലൈനും എന്താണ്? എക്സ് ആക്സിന് പാരലലാണ്. ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വൈ വാല്യൂ എന്ത് വരും? 0 വരും. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വൈ വാല്യൂ എന്ത് വരും? 0 വരും. അപ്പോൾ നമുക്ക് ഈ കേസിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, പിന്നെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നമുക്കൊരു പോയിന്റ് കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എവിടം വരെ പോകണം? ഫംഗ്ഷൻ ബി വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഓക്കെ, അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ടാൻജൻറ്റ് കാണാൻ പറ്റും ഇല്ലേ? ഈ കേർവിൽ ഒരു ടാൻജൻറ്റ് ഉണ്ടാവും. ദാറ്റ് ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതുപോലെ ഈ ടാൻജൻറ്റും പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് ദ എക്സ് ആക്സിസ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താവും? 0 ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഏതിന് ഈക്വൽ ആണ്? dy/dx അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്കിത് ഈ എക്കും ബിക്കും ഇടയിൽ ഇത് ഇവിടെ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കേർവിൽ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താണ്? 0. അപ്പോൾ ഈ പോയിന്റ് സി ആണെങ്കിൽ ഇവിടെ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് കാണാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഇത് സി ആണെങ്കിൽ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഗ്രാഫ് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഈ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഗ്രാഫ് ഇത് എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തുന്ന ഈ ഗ്രാഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഇതിനിടയിൽ എക്കും ബിക്കും ഇടയിൽ നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0. നോക്കുക, ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താണ്? ഈ ലൈൻ ഏതിന് പാരലാണ്? എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ സ്ലോപ്പ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് dy/dx അറ്റ് എക്സ് ഈക്വൽ ടു സി ഈസ് 0. ദാറ്റ് ഈസ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റോൾസ് തിയറം പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം നമുക്കിവിടെ. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻ ദിസ് ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് -2 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. ഡെറിവേറ്റീവ് നമുക്ക് കാണാം, അപ്പോൾ ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ കണ്ടീഷൻ എഴുതണം, മറന്നു പോകരുത്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 to ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ ഇൻ്റർവെൽ -2 to. ഇനി എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ? എഫ് ഓഫ് -2 ആണ് വരിക. അപ്പോൾ ഇവിടെ -2 സ്ക്വയർ ദാറ്റ് ഈസ് 4 + 2, അപ്പോൾ 6 കിട്ടും. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 + 2 വരും, 6 വരും. സോ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പോൾ നമുക്കൊരു എഫ് ഡാഷ് സി ഈക്വൽ ടു 0 ആവുന്ന സി കണ്ടു നോക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ 2c ആണ്. ഈക്വൽ ടു 0 കൊടുത്താൽ സി ഈസ് ഈക്വൽ ടു 0.
സി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏത് ഇൻ്റർവെല്ലിൽ കിട്ടണം? ഓപ്പൺ ഇൻ്റർവെൽ -2 to അതിൽ വരുന്ന ഒരു വാല്യൂ തന്നെയാണ്. ഇതാണ് നമ്മുടെ റോൾസ് തിയറം പറയുന്നത്. ഓക്കെ, അടുത്തത് മീൻ വാല്യൂ തിയറം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയും ആണെങ്കിൽ there exists a c in the open interval ab such that f dash c is equal to f of b minus f of a divided by b minus a. നമുക്ക് ഈ കേർവ് നോക്കാം. ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി വരണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, ഞാനൊരു എ മാർക്ക് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എ, അതുപോലെ ബി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ബി എഫ് ഓഫ് ബി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തു. കേർവിലാണ് ഇത് വരുന്നത്. ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ലൈന് കിട്ടി. ഇതാണ് നമ്മുടെ കേർവ്, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന് പാരലായിട്ട് നമുക്ക് ഈ കേർവിൽ എവിടെയെങ്കിലും ഒരു ലൈൻ വരക്കാൻ പറ്റും, ഒരു ടാൻജൻറ്റ് വരക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്സ് എന്താവും? ഈക്വൽ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലുള്ള 2 പോയിന്റ്സ് നമുക്കറിയാം. 2 പോയിന്റ്സ് അറിയുകയാണെങ്കിൽ സ്ലോപ്പ് എന്താണ് വരിക? ഇല്ലേ, 2 പോയിന്റ്സ് x1 y1 x2 y2 ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ ഈ 2 ലൈൻസും പാരലലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ പോയിന്റിനെ ഞാൻ സി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ആ സിയിലുള്ള ഈ കേർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് സി. അപ്പോൾ രണ്ടും സെയിം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും പോളിനോമിയലാണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ദി ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇവിടെ എ ബി എന്ന് പറയുന്നത് 1, 4 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് കാണാം, 2x മൈനസ് 4 കിട്ടും. ദാറ്റ് ഈസ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 2c മൈനസ് 4. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു 1, അപ്പോൾ 4 വരും. അപ്പോൾ 1 മൈനസ് 4 മൈനസ് 3 വരും, ദാറ്റ് ഈസ് മൈനസ് 6. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 4 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4 സ്ക്വയർ മൈനസ് 16 മൈനസ് 3 വരും. 16 ക്യാൻസൽ ചെയ്താൽ മൈനസ് 3. അപ്പോൾ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം പറയുന്നത് ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ സി ബിലോങ്സ് ടു ദ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സോ ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ ഞാൻ എഫ് ഡാഷ് സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു 2c മൈനസ് 4. ഇതിനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2c മൈനസ് 4 ഈക്വൽ ടു 1 കിട്ടും. സോ 2c ഈസ് ഈക്വൽ ടു 5 ഓർ c ഈസ് ഈക്വൽ ടു 5/2 ദാറ്റ് ഈസ് 2 പോയിന്റ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കിട്ടും. ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം.